എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഇനി ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന രീതിയിലാണ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹം ഉറക്കം എണീറ്റിരുന്ന് ഒരു സുപ്രഭാതത്തിൽ പറയുന്നത് പോലെയാണ് ഒരു ദിവസം 50 പേരെ മാത്രം ടെസ്റ്റിന് എടുത്താൽ മതി. അതായത് ആദ്യം ഓടിയെത്തുന്ന 50 കുട്ടികൾ. ഇത് സ്പോർട്സ് ഒന്നുമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും കഷ്ടപ്പെട്ട് ചോരയും നീരും വെയിലത്ത് കൊടുത്ത് കൊണ്ടാണ് അവർ പഠിപ്പിച്ച് 30 ദിവസത്തെ ക്ലാസ് കൊടുത്ത് 30, 35, 40 ക്ലാസ് വരെ കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അവരെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് എല്ലാവരും ഒരു ദിവസം അവർ സ്ലോട്ട് ബുക്കിംഗ് കൊടുക്കുന്നത് 120 പേർക്കാണ്. അതിന് ഫെയിൽ ഡേറ്റും എല്ലാം കൂടെ കയറി വരുമ്പോൾ 180ഓളം പേര് ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിനുണ്ടാവും. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ട് എടുത്ത തീരുമാനത്തിൽ 50 പേരെ മാത്രം ടെസ്റ്റ് കൊടുത്താൽ മതിയെന്നും ഏപ്രിൽ 30 വരെ അവർ 120ഓളം പേർക്ക് ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ജനങ്ങളെല്ലാം 1005 രൂപ വീതം ലേണേഴ്സ് ഫീസ് അടച്ച് ഓരോ സർക്കിളിനും ലേണേഴ്സ് ഫീസ് അടച്ചാണ് അവർ ലേണേഴ്സ് എടുക്കുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുന്നത്. അപ്പൊ ഈ പൊതുജനങ്ങളെല്ലാം കഴുതയാക്കിക്കൊണ്ടുള്ള ഈ ഒറ്റ ഒരു തീരുമാനം നമ്മൾ യോജിക്കുന്നില്ല. അതിനാൽ നമ്മൾ ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആളുകളൊക്കെ തന്നെ രാവിലെ എത്തി ഒന്നും കഴിക്കാതെ ഒന്നും കുടിക്കാതെ ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവരൊക്കെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് എടുക്കാൻ കഴിയാതെ ഒരു പ്രതിസന്ധിയിലാണ്. സാധാരണഗതിയിൽ 8:30യോടുകൂടി ടെസ്റ്റ് ആരംഭിക്കും. പക്ഷേ ഇന്ന് ഈ ഒരു തീരുമാനം വന്നതോടുകൂടി തന്നെ പല സ്ഥലങ്ങളിലും ടെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളിലും ഇതാണ് സ്ഥിതി. സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ തീരുമാനം പുനഃപരിശോധിക്കാതെ ഈ ഒരു ടെസ്റ്റിലേക്ക് വീണ്ടും വരേണ്ട എന്നുള്ളതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഒരു തീരുമാനം. ഈ സ്റ്റെഫിനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടെസ്റ്റിനൊക്കെ വരുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോഴത്തേക്ക് രാവിലെ അവർ കൊണ്ടുവരും. നമ്മളെ ഞാൻ ഈ മുട്ടത്തറയെന്നൊക്കെയാണ് ഈ ഡ്രൈവിംഗ് ഇതൊക്കെ എടുത്തത്, ലൈസൻസ് ഒക്കെ എടുത്തത്. അപ്പോൾ രാവിലെ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു കാത്തിരിപ്പ് ഇങ്ങനെ നിൽക്കും അവിടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുന്നറിയിപ്പില്ലാത്ത ഒരു തീരുമാനമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നതും. ഈ MVD ഇതിൽ എന്താണ് പ്രതികരിക്കുന്നത്? അവർ ഇങ്ങനെ ഒരു പ്രതിഷേധം അത് അവർ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നോ? ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് എത്രയും പ്രായം ചെന്ന മുതിർന്നവർ വരെ ഇതിനകത്ത് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് കള്ളപ്പെടുത്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പുതിയ കാര്യം വെച്ചിരിക്കുന്നത്. ഈ പുതിയ ടെസ്റ്റ് നടത്തുന്നതിന് കുഴപ്പമില്ല. ആട്ടോക്കാരൻ്റെ മക്കൾ തൊട്ട് കൂലിപ്പണിക്കാരൻ്റെ മക്കൾ വരെ ഈ ലൈസൻസ് എടുക്കാൻ വരികയാണ്. വീട്ടുജോലിക്ക് പോകണവർ 10 രൂപ ചോദിച്ചാൽ അവർക്ക് തരാനില്ല. അവർ പിച്ച് 1000, 2000 ഇങ്ങനെ തരുന്നത്. ഒരുമിച്ച് നോട്ട് വെച്ച് കണ്ടിരിക്കുന്ന ഒരു മന്ത്രിക്കോ ഒരു മനുഷ്യനോ ഈ പാവങ്ങളെ ബുദ്ധിമുട്ട് അറിഞ്ഞൂടാ. ഞങ്ങൾ പാവങ്ങളാണ്. നിത്യനിവർത്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. ഈ വെയിലത്ത് ഇവിടെ ഞങ്ങൾ വന്നിരുന്ന് കഷ്ടപ്പെടുന്നത്. അത് മന്ത്രിമാരും അറിയണം, മുഖ്യമന്ത്രി അറിയണം, എല്ലാവരും ഇത് അറിയണം. നമ്മളെ ഭരണകർത്താക്കൾ ജനങ്ങളെ പറ്റിക്കാനല്ല വരേണ്ടത്, അവരെ നേരെ കൊണ്ടുപോകണം. അവർക്ക് വേണ്ടത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ